കിട്ടാത്ത മുന്തിരി പുളിക്കൂലേ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താ അവള് അത്രയും ദിവസം പിടിച്ച് ആദ്യം മുതൽ അവസാനം വരെ കണ്ടന്റ് കൊടുത്തും എല്ലാ രീതിയിലും സ്മാർട്ടായിട്ട് നല്ലതായിട്ട് അവൾ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല 100% ഞാൻ ഉറപ്പ് പറയാം. PR-ന്റെ ബലത്തിലല്ല അവൾ ഇത്രയും ദിവസം പിടിച്ചത്. PR ഉണ്ടല്ലോ പിന്നെ എന്തിനാ വോട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര പൈസ മുടക്കിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് തിരിച്ച് മറുപടി പറയാനില്ല. ഇതെല്ലാം കൂടെ എല്ലാം ഇങ്ങനെ അതില്ലേ, നമുക്ക് ആ ഒരു വിഷമം ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. അവളത് നേടി, അവൾ ആഗ്രഹിച്ചത് അവൾ നേടിയെടുത്തു. അവള് 100 ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു അവളുടെ ക്യാരക്ടർ വെച്ചിട്ട്. ഇമോഷണൽ ആവണ ആളായതുകൊണ്ട് എനിക്കൊരു ഇതില്ലായിരുന്നു. പക്ഷെ അവളത് കൺട്രോൾ ചെയ്ത് അതിനെ കുറിച്ച് അഭിമാനമുണ്ട്, വളരെ സന്തോഷമാണ്. ഫാമിലി മുഴുവനും നല്ല ഹാപ്പിയിലാണ്. നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഒരു ഇത് നാട്ടുകാരെല്ലാം കൂടെ സംഘടിപ്പിച്ച് നമ്മൾ ആഘോഷിച്ചു. ഇനി അനുവിനെ കാണാനുള്ള വെയിറ്റിംഗ് ആണ്. കണ്ടൊന്ന് ഹഗ് ചെയ്യണം. ഇത്രയും ദിവസം മാറി നിൽക്കുന്ന ആദ്യമായിട്ടല്ലേ, അപ്പോൾ അത് അവളൊന്ന് കാണണം. അതാണ് ഇപ്പം ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ ഒന്ന് കണ്ടാൽ മതി. ചേച്ചി ഫാമിലി എന്നുള്ള സപ്പോർട്ട് കൂടാതെ ജനങ്ങളുടെ സപ്പോർട്ട് വളരെ ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ഈ അത്രമാത്രം കോൾസും മെസ്സേജും എല്ലാം വരുന്നുണ്ട്. അതായത് അവളെ ഇമോഷൻ എങ്ങനെയാണോ അകത്ത് അതനുസരിച്ച് നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്, അതായത് എന്നെയും അമ്മയും അച്ഛനെയും ചേച്ചി എല്ലാവരും മാറി മാറി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൾ ഒത്തിരി അതിനകത്ത് നിങ്ങൾ കണ്ടല്ലോ, പല രീതിയിൽ അവൾ ഓരോ ദിവസവും ചിലപ്പോൾ ഹാപ്പി ആണെങ്കിൽ പിറ്റേ ദിവസം അവൾക്ക് സങ്കടമായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ മാറി മാറി വന്നുകൊണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് അവൾ ഇവിടം വരെ എത്തി. അതിനോടൊപ്പം എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആയാലും മറ്റ് പ്രേക്ഷകരുടെ ആയാലും എല്ലാവരും നമ്മളെ കൂടെ ഒപ്പം സ്വന്തം വീട്ടിലെ കുട്ടിയായിട്ട് നിന്ന് നമ്മളെ ഒരു മോളെ പോലെ കണ്ട്, അല്ലെങ്കിൽ ഒരു അനിയത്തിയെ പോലെ കണ്ട് എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതിൽ അവരുടെ നിന്നാണ് നമുക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത്, അല്ലേ? അവരാണ് ഈ ഒരു വിജയത്തിന്റെ പിറകിലുള്ളത്. അനുവിന്റെ ഹാർഡ് വർക്കും അവരുടെ സപ്പോർട്ടും ആണ് ഇതിന്റെ പിറകിൽ. ഒരു ചേച്ചി എന്ന നിലയിൽ ചേച്ചിക്കാണ് അഡ്വൈസ് തരാറുള്ളത്? മീൻസ് അവളാണ് എന്നെ പല കാര്യങ്ങളിലും ഉപദേശിക്കാറുള്ളത്. അങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ കൊള്ളാം. പല കാര്യങ്ങളും എന്റെ അനിയത്തി ആണെങ്കിൽ പോലും നേരെ തിരിച്ചാണ്. അവൾ എന്നെ അഡ്വൈസ് പല കാര്യങ്ങളിലും എനിക്ക് തെറ്റ് ശരി കാണിച്ചു തരുന്നത് അവളാണ്. ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരുന്നു ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടായിരുന്നു? അഡ്വൈസ് മീൻസ് അവള് പെട്ടെന്ന് നമ്മളിപ്പം ഫാമിലിയിൽ എല്ലാവരും പെട്ടെന്ന് ഇമോഷൻ ആവുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നമുക്കറിയാം ഇവള് ചെറിയൊരു കാര്യത്തിന് കരയുന്നതാണ്. പിണക്കമായെങ്കിൽ പോലും ഒത്തിരി മാറിയുന്ന പിണങ്ങിയിരുന്ന ഒത്തിരി കൂട്ടത്തിലാണ്. പക്ഷെ പിന്നീട് അങ്ങ് ഓക്കെ ആവുള്ളൂ, ഉള്ളിൽ അത് വെച്ചിരിക്കില്ല. അപ്പൊ ഈ ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കരയരുതെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷെ നമ്മള് പറ്റില്ലല്ലോ, നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ അല്ലേ അവിടെ. അപ്പൊ അവള് മാക്സിമം പിടിച്ചു നിന്നു, അങ്ങനെ ഏറ്റവും വരെ പിടിച്ചു നിന്നു. പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് തിരിച്ച് വിളിച്ചാലോ എന്നുള്ളത് അവളുടെ കണ്ടീഷൻ കണ്ടിട്ട്. പക്ഷെ ഇല്ല, അവള് നല്ലപോലെ നിന്ന് നല്ലതായിട്ട് അവള് പിടിച്ചു നിന്ന്. ആ ഒരു ഇതിലാണ് എനിക്ക് ഏറ്റവും അഭിമാനം. ഇവിടം വരെ എത്തി, അവളത് നേടി, അവൾ ആഗ്രഹിച്ചത് അവൾ നേടിയെടുത്തു. അവള് 100 ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു അവളുടെ ക്യാരക്ടർ വെച്ചിട്ട്. ഇമോഷണൽ ആവണ ആളായതുകൊണ്ട് എനിക്കൊരു ഇതില്ലായിരുന്നു. പക്ഷെ അവളത് കൺട്രോൾ ചെയ്ത് നിന്നു. അതിലെനിക്ക് ഭയങ്കര പ്രൗഡാണ് അവളെ കുറിച്ച്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളത് ഈ സ്റ്റാർ മാജിക് പോലുള്ള ഈ പാർഷ്യൽ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത ഒരു എക്സ്പീരിയൻസ് അല്ല അതിലെന്ന് പറയുമ്പോൾ കളി തമാശ ഇതൊക്കെയല്ലേ. അതിൽ തന്നെ പല സമയത്തും അവർക്ക് ഇങ്ങനെ ഇമോഷണൽ ആവേണ്ടിയൊക്കെ പ്രാങ്ക് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അതല്ലേ, അത് അപ്പോഴാണ് അതങ്ങ് കളയുന്നത്, പിറ്റേ ദിവസം കളയുന്നത്. അങ്ങനെ അല്ലല്ലോ, ഇത് ഒറ്റപ്പെട്ട് അവര് മാറി നിൽക്കുമല്ലേ. ഇപ്പം അവളെ കൂടെ സപ്പോർട്ടിന് ആരും ഇല്ലല്ലോ, അധികം ആരും ഇല്ല. 1-2 പേരുണ്ടെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. അവളെ പലപ്പോഴും ആശ്വസിപ്പിക്കാനായാലും 1-2 ഫ്രണ്ട്സൊക്കെ അല്ലേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി നഷ്ടപ്പെട്ടപ്പോൾ അവൾ അവസാനമൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി. പക്ഷെ അവളെ സ്ട്രഗിൾ ചെയ്ത് നിന്നു. എനിക്കിപ്പോഴും അവളെ ഒന്ന് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ചേച്ചി മറ്റു മത്സരാർത്ഥികളും ഈ നെഗറ്റീവായിട്ട് പറയുമ്പോഴും ഈ സൈബർ ബുള്ളിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആസ് എ ഫാമിലി മെമ്പർ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം ഈ PR-ന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ പോലും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ പോയി വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം PR ഉണ്ടല്ലോ പിന്നെ എന്തിനാ വോട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര പൈസ മുടക്കിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് തിരിച്ച് മറുപടി പറയാനില്ല. ഇതെല്ലാം കൂടെ എല്ലാം ഇങ്ങനെ അതില്ലേ, നമുക്ക് ആ ഒരു വിഷമം ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു വിഷയം ഇത്രയും ഒരു ഇതായപ്പോൾ അപ്പാർട്ട് ഫ്രം PR നമുക്ക് ഇപ്പൊ ഫാമിലിയിൽ അനു എങ്ങനെയായിരുന്നു അതേ രീതിയിലായിരുന്നു. അവൾ എങ്ങനെയാണോ അതേപോലെ. പക്ഷെ അവൾ അത് പിടിച്ചു നിന്നതാണ് എനിക്ക് ഏറ്റവും വലിയ. ഇത്രയും ദിവസം അവള് സർവൈവ് ചെയ്തു, അതാണ് ഏറ്റവും വലിയ അവള് നേടിയ വിജയത്തിന്റെ പിറകിൽ. അതാണ് സാധാരണ ഈ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞ ആൾക്കാർ കുറെ ഇങ്ങനെ പറയാറുണ്ട് കമന്റില്. ക്യൂട്ട്നെസ് അപ്പം വീട്ടിലും ആ ഒരു സെയിം സിറ്റുവേഷൻ കുട്ടിയെ പോലെയാണ്. അതായത് അനിയത്തി ഇത്രയും ഏജ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു എന്താ ഒരു 80s ആ ഒരു ഇതില്ലേ, ആ ഒരു ഇതിലെ അവള്. പക്ഷെ മെച്ചൂരിറ്റി കാണിക്കേണ്ട സ്ഥലത്ത് അവള് കാണിക്കുന്നുണ്ട്. വീട്ടിലായാലും എല്ലാ കാര്യങ്ങളും നല്ലപോലെ അവള് നോക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ നോക്കുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ആ ഒരു ഇത് നടക്കുമെങ്കിൽ ഇത്രയും മെച്ചൂരിറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാം അതിനകത്ത് പോയി അവള് നല്ല ഒരു ഇതായിട്ട് നിൽക്കാൻ അവൾക്ക് പറ്റി.
ഒരുപാട് ഈ മത്സരാർത്ഥികൾ തന്നെ അനുമോൾക്കെതിരെ ഒരു കൂട്ടമായിട്ട് എല്ലാരും ഒരു അനുമോൾ ഒറ്റയ്ക്കും ബാക്കി എല്ലാവരും കൂട്ടമായിട്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്താ തോന്നി? അത് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയിട്ട് അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം. അവൾ അത് പിടിച്ചു നിന്നത് അവളുടെ കഴിവ് അല്ലേ, അവൾ ഇത്രയും സർവൈവ് ചെയ്യുന്നത് അവളെ കഴിവാണ്. അപ്പം അതിലെനിക്ക് അഭിമാനമാണ്. അവൾ പരാജയപ്പെട്ടില്ല, അപ്പോഴും അവൾ പിടിച്ചു നിന്നു. പക്ഷെ അവൾക്ക് കരച്ചിലങ്ങ് വന്നു പോകും. പക്ഷെ അത് ഡ്രാമയാണെന്ന് പുറത്തുള്ളവർ പറയണ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം, അത് അതാണ് എനിക്ക് സങ്കടം. അവള് ഇത് സങ്കടം വരുമ്പോൾ കരഞ്ഞങ്ങ് തീർക്കുക, അങ്ങനെയല്ലേ വേണ്ടത്. അതിന് ഡ്രാമയാക്കി മാറ്റിയത് ആണ് എനിക്ക് വിഷമം, അതിലാ വിഷമം എനിക്ക്. ഓക്കെ, ഈ മറ്റ് മത്സരാർത്ഥി ഒരു സോങ് ഒക്കെ ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അക്ബർ പാടിയ സോങ് ഒക്കെ ട്രോളായിട്ട്. ഓക്കെ, അത് എങ്ങനെ തോന്നി? അതായത് പാരഡി സോങ് പാടിയത് അവരുടെ കണ്ടന്റിന് വേണ്ടി, അവരെ നിലനിൽക്കാൻ വേണ്ടി അവർ പാടിയത്. നമുക്കത് കേൾക്കുമ്പോൾ വിഷമമൊന്നും തോന്നിയില്ല. അവരെ കണ്ടന്റ് അല്ലേ അത്. അപ്പം അതിനൊരു ഇത് എനിക്ക് തോന്നിയില്ല. സ്റ്റാർട്ട് ടു എൻഡ് അനു കണ്ടന്റ് കൊടുക്കുന്നതായിട്ട് അതെ. പിന്നെ അവള് ഒരു ദിവസം അവള് വിഷമം ഉള്ളിൽ വരുമ്പോൾ മാത്രം സൈലന്റ് ആയിട്ടിരിക്കും. ആ ദിവസം ലൈവ് ഓഫാണ്. നമുക്കറിയാം, നമുക്ക് ലൈവ് കാണാനേ തോന്നത്തില്ല. അവളെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ അന്ന് സൈലന്റ് ആയിരിക്കും. അന്ന് ഒരു കണ്ടന്റും അതിനകത്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം മുതൽ അവസാനം വരെ കണ്ടന്റ് കൊടുത്തും എല്ലാ രീതിയിലും സ്മാർട്ടായിട്ട് നല്ലതായിട്ട് അവൾ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 100% ഞാൻ ഉറപ്പ് പറയാം. PR-ന്റെ ബലത്തിലല്ല അവൾ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്, ഉറപ്പായിട്ടാണ്. അതായത് നമുക്ക് 50 ലക്ഷം രൂപ മുടക്കിയിട്ട് PR 50 ലക്ഷം രൂപ മുടക്കിയിട്ട് കണ്ടന്റ് ഇല്ലാതെ അവിടെ ഇരുന്ന ഈ വിജയം കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനു കണ്ടന്റ് കൊടുത്തിട്ടുള്ളതും ഇത്രയും ദിവസം ഓരോ ദിവസം അവൾ എഫേർട്ട് എടുത്തത് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല ആരും. എല്ലാവരും മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല ഈ കാര്യം. PR-ന്റെ ഇതിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇല്ല, അവൾ അർഹത ഇത്രയും ദിവസം പിടിച്ചു നിന്ന് എല്ലാ കാര്യം, അതായത് ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ഇല്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇത്രയും സ്മാർട്ടായിട്ട് പിടിച്ചു നിന്നത് അനു മാത്രമാണെന്നാണ്, എൻ്റെ അനിയത്തി മാത്രമെന്നാണ് എൻ്റെ വിശ്വാസം. അത് നേടിയിട്ടുണ്ട്. അതിനുള്ള ഇതാണ് ദൈവം കൊടുത്തത് അവർക്ക്. കാരണം അവസാന നാളുകളിൽ അവൾ വിഷമിച്ച പോലും അവളെ കൂടെ ഇല്ലായിരുന്നു. ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹം തോന്നിയ ഒരാൾക്ക് അവസാന നാളുകളിൽ ഇവൾ ഇത്രയും ഒറ്റപ്പെട്ടപ്പോൾ ഒരു വാക്കെങ്കിലും ഞാൻ ലൈവിലൊന്നും കണ്ടില്ല. ഇനി അനു വരുമ്പം ചോദിക്കാം, കൂടെ ഇല്ലായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ആ സമയത്ത് ഇല്ലേ, വിചാരിക്കാത്ത ആളുകൾ ആ സമയത്ത് അവൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച സപ്പോർട്ട് ചെയ്ത ആളുകൾ സപ്പോർട്ടിന് നിൽക്കുമെന്ന് വിചാരിച്ചവർ പലരും ഇല്ലാതെ. അതെ അതെ അതെ, അതൊക്കെ നമുക്ക് വളരെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്തത്. നെഗറ്റീവ് പറഞ്ഞോണ്ട് ഇനി എന്താ പറയാനുള്ളത്? മീൻസ് ഹേറ്റേഴ്സിനോട് എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കൂലേ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താ, അവള് അത്രയും ദിവസം പിടിച്ചു നിന്നു, അവള് കണ്ടന്റ് കൊടുത്തു, അവള് വർക്ക് ചെയ്തു, ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാതെ അവള് നിന്നു. അതിനുള്ള വിജയം അവൾക്ക് കിട്ടി, അതേ ഉള്ളൂ. അതിനെ നിങ്ങൾ PR എന്നോ വേറെ എന്തെന്നോ ഒക്കെ പറയാം. അത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് നമ്മളല്ല കേട്ടോ, അത് നമ്മൾ അറിഞ്ഞിട്ട് കൂടിയില്ല. നമ്മൾ അവരെ, അതായത് ഇവരാരോ എടുത്ത് കൊടുത്ത പേജാണ്. നമ്മൾ പല തവണ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ നമ്മളുടെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ജാതി കാർഡ് പുറത്തെടുക്കുന്നല്ലേ പറയുന്നത്, അതിൽ വന്നത്. അതെ, നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് നമ്മൾ ഒരിക്കലും, കാരണം എൻ്റെ ഹസ്ബൻഡ് വേറൊരു കാസ്റ്റാണ്, നമ്മളെ കുടുംബത്തിൽ പല കാസ്റ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ആ ജാതി കാർഡ് എടുത്ത് കളിച്ചാൽ നമുക്ക് തന്നെ എതിരെ തിരിഞ്ഞു വരും. കാരണം ഞാൻ മിക്സഡ് കമ്മ്യൂണിറ്റി, അത് അങ്ങനെ വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആലോചിച്ച് നോക്കണം. ഇല്ല, അങ്ങനെ ഒരിക്കലും നമ്മളെ വശത്തുനിന്ന് വന്നതല്ല, നമ്മളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വേറെ ആരോ കൊടുത്തതാണ്. അത് ഉറപ്പ് തരാം 100%. പക്ഷെ പേജിൽ നിന്നൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് അവർ റെസ്പോണ്ടും കാണിച്ചില്ല. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മാറ്റിയാനെ, നമ്മൾ കൊടുത്തതല്ല. എന്തായാലും 100% ഉറപ്പിച്ച് പറയാം. കാരണം എൻ്റെ ഹസ്ബൻഡ് വേറൊരു കാസ്റ്റാണ്, ഞാൻ വേറൊരു കാസ്റ്റാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഫോർവേഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അത് പറഞ്ഞു ചേച്ചി, ഈ 100 ദിവസം മാറി നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം അനുമോളെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. 100 ദിവസം. അപ്പം അനുമോള് കൂടി വന്ന ഒരാഴ്ച 2 ആഴ്ച അങ്ങനെയൊക്കെയല്ലേ വിട്ട് നിന്നിട്ടുള്ളൂ. മാക്സിമം പോയി 2 ആഴ്ചയെ മാറി നിന്നിട്ടുള്ളൂ എൻ്റെ അറിവില്. ദുബായിലോ ബഹറിലോ എന്തെങ്കിലും ഷോയ്ക്കൊക്കെ പോയിട്ടുള്ളതായിട്ട് എനിക്ക് മാറിയിട്ടുള്ളത്. മാറിയെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ലൈവായിട്ട് ഞാനും എൻ്റെ അമ്മയും എണീക്കുന്നതും ഉറങ്ങുന്നതും അവളോടൊപ്പമാണ്. ഇപ്പൊ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല 100 ദിവസം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത്. ഇനി നാളെ തൊട്ട് ലൈവ് ഇല്ലെന്ന് കേൾക്കുമ്പോഴും ഒരു വിഷമം, മനസ്സിലായില്ലേ? അത് തീർന്നത് കണ്ടപ്പോൾ ഒരു വിഷമം. കാരണം ഒരു ഇതായിരുന്നു, നമ്മുടെ ഫാൻസുകളെ ആയാലും ഓരോ അപ്ഡേറ്റ് തരുമ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് കുറച്ച് സമയം മിസ്സായി ലൈവ് കാണാനില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ നോക്കും എന്താണ് അപ്ഡേറ്റ് എന്ന്. അപ്പൊ ആ ഗ്രൂപ്പിൽ കാണും. അത്രയ്ക്ക് നമ്മളെ കൂടെ നിന്നവരുണ്ട്. ഒരു 10ഓളം ഗ്രൂപ്പുണ്ട്, ഫാൻസുകളുടെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ ഒരു പുറത്തൊക്കെ പോയി എനിക്ക് ലൈവ് കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കും. അപ്പം അനു ആ സമയത്ത് എന്ത് ചെയ്തു, അനുവിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അവരോട് ചോദിച്ചാൽ മതി, അവർ റിപ്ലൈ തരും. ഇപ്പൊ ലൈവ് കാണാൻ പറ്റാത്ത, ഹെൽത്ത് ഓക്കെ അല്ലാത്ത സമയത്ത് എനിക്ക് ലൈവ് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കും. കാരണം അപ്പം അതിൽ അവർ അപ്ഡേഷൻ തരും, ചേച്ചി ഇങ്ങനെ ചെയ്തു, അവിടെ ഇങ്ങനെ പറഞ്ഞു, വീഡിയോസൊക്കെ അവർ തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവർ ഭയങ്കര നമുക്ക് സപ്പോർട്ടായിരുന്നു.
ഓക്കെ ഇത്രയും നേരം ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നോ? അനീഷ് അനുമോൾ എന്ന് പറഞ്ഞൊരു വലിയ കോമ്പറ്റീഷൻ പോലെ ഈ ഫിനാലെ ഡേയുടെ അന്ന് വന്നായിരുന്നു, അപ്പൊ ഏതെങ്കിലും രീതിയിൽ ടെൻഷൻ അതായത് എനിക്ക് തോന്നുന്നു PR ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അനീഷിനാണ്. പൊതുവെ നമുക്ക് മനസ്സിലായത് പുറത്ത് അംഗബലത്തിൽ അനുവിന് ഒരുപാട് ഡീഗ്രേഡ് വന്നു. അപ്പോൾ ഡീഗ്രേഡ് വന്നപ്പോൾ ഡീഗ്രേഡിങ് പേജുകൾ, അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഡീഗ്രേഡിങ് പേജ് കൂടുതൽ വന്നപ്പോൾ അനുവിനെ അങ്ങ് നെഗറ്റീവ് ആക്കിയപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഒരു ടെൻഷനോടെ, പക്ഷെ അപ്പോഴും അവളവിടെ കണ്ടന്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുറത്ത് ഈ ഡീഗ്രേഡിങ് നെഗറ്റിവിറ്റിയും വരുമ്പോൾ കാരണം പ്രധാന ആൾക്കാർ ലൈവ് കാണുന്നില്ല, എപ്പിസോഡ് കാണുന്നില്ല, ഈ എന്താണ് ഷോർട്സും റീൽസും മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഡീഗ്രേഡിങ് റീൽസും ഈ ഷോർട്സും കാണുന്നവരെന്ത് ചെയ്യും, തിങ്ക് ചെയ്യും, കറക്റ്റ് കാര്യം അറിയാതെ ഇവരെന്ത് ചെയ്യും, വോട്ട് നൽകും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്കിതൊരു പേടിയായിട്ട് മാറി, ആ ചെറിയൊരു ചില സമയത്ത്. പക്ഷേ കറക്റ്റ് എപ്പിസോഡ് ലൈവും കാണുന്നവർക്ക് കറക്റ്റ് അറിയാം എന്താണ് ഉള്ളിലുള്ളതെന്നുള്ളത്. അപ്പോൾ ഈ പുറത്ത് ഇത്രയും നെഗറ്റിവിറ്റിയും ഡിഗ്രേഡും വന്നത് കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വോട്ടിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. കാരണം അനുവിൻ്റെ ഇൻസ്റ്റയിൽ നമ്മൾ ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ്, അതായത് ഇന്ത്യൻ നമ്പർ ഉള്ള, ജിയോ ഹോട്ട്സ്റ്റാർ ഇല്ലാത്ത ഇന്ത്യൻ നമ്പർ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 4-5 നമ്പേഴ്സ് കൊടുക്കും. എൻ്റെ അനിയന്മാരും ഇവരുടെയൊക്കെ നമ്പർ കൊടുക്കും. അപ്പോൾ ഇവർക്ക് മെസ്സേജ് വരും, ഒരു വാട്സപ്പിൽ ഇങ്ങനെ 1000 മെസ്സേജ് വരും. ഇപ്പോഴും ഓപ്പൺ ചെയ്യാതെ മെസ്സേജ് കിടപ്പുണ്ട് അബ്രോഡിൽ നിന്നൊക്കെ വന്നവർ. കാരണം നമ്മളെ ലോഗിൻ കയറി നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ അത് വളരെ സത്യമാണ്. അനുമോളെ കാണുമ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് കാണുമ്പോ ഇപ്പൊ എനിക്ക് പോയി ഹഗ് ചെയ്യണം. അവള് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൾക്ക് ഉമ്മ കൊടുത്തിട്ടില്ലാന്ന്. സത്യമാണ്, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ കാണണം, ഹഗ് ചെയ്യണം, ഉമ്മ കൊടുക്കണം. മീൻസ് ഞാൻ എപ്പിസോഡ് കണ്ടത് തന്നെ ഞാൻ വരുന്ന ഇതിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എപ്പിസോഡ് കാണുന്നത്. വേറെ ഒന്നും ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും നോക്കിയില്ല കേട്ടോ. ഇനി അവളെ കാരണം റെസ്പോണ്ട് കൊടുത്തോണ്ടിരുന്നു ഒരുപാട് പേർക്ക്. നമ്മൾ ഇത്രയും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവരും വിളിച്ച് റെസ്പോണ്ട്, ഇങ്ങോട്ട് കോൾസ് വന്നുകൊണ്ടിരുന്നോണ്ട് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഓക്കെ, അപ്പം ഇനി അടുത്ത പ്ലാൻ അനുവിന്റെ കല്യാണം 2 വർഷത്തിന് ശേഷം ആഗ്രഹമാണ്. അവർക്ക് നല്ലൊരു പയ്യനെ കിട്ടണം, അതാണ് ആഗ്രഹം. കല്യാണം നടത്തണം 2 വർഷം, ഒത്തിരി സെറ്റിലായിട്ട് 2 വർഷത്തിനകത്ത് ഒരു നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തണം നമ്മുടെ ആഗ്രഹം. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അനുവിന്റെ ആഗ്രഹത്തിന് ഇട്ടിരുന്നു. അനുവിന്റെ ആഗ്രഹത്തിന്, അതെ അതെ.